Hello everyone, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LazyPay പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടിയ LazyCard നമുക്ക് ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു LazyCard സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. മാത്രമല്ല ഈ ഒരു കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഇൻവൈറ്റ് ലിങ്കും ഈ വീഡിയോക്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് ഏകദേശം 1,50,000 ആണ് ഈ ഒരു കാർഡിൻ്റെ ലിമിറ്റ് അപ്രൂവ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ പല സുഹൃത്തുക്കളും ഈ ഒരു കാർഡിനായിട്ട് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കാർഡൊക്കെ ഓൾറെഡി ഡെലിവേർഡ് ആയിട്ടുണ്ടാകും. പല ആളുകൾക്കും അത് ഓൺ ദ വേ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എന്നതുകൂടി ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ബാങ്കിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു പാർസലിന് പുറത്ത് നമുക്ക് കാണാൻ പറ്റും SBM ബാങ്കിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണാം. അതുപോലെ തന്നെ LazyPayയിൽ നിന്നാണ് ഈ ഒരു കൊറിയർ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡിനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാം. LazyPay ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ബൈ നൗ പേ ലേറ്റർ ആണ് കിട്ടുക ബേസിക്കലി. അതായത് നമുക്ക് ഒരു നിശ്ചിത ലിമിറ്റ് ക്രെഡിറ്റ് അപ്രൂവ് തരികയാണ് ചെയ്യുക. ആ ഒരു ലിമിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇടപാടുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റീപേ ചെയ്യാം. റീപേ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റീപേ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റൊക്കെ ഇൻക്രീസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു LazyPay പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു എന്താ പറയുക, ഒരു ക്രെഡിറ്റ് കാർഡ് ആൾട്ടർനേറ്റീവ് എന്ന് പറയാവുന്ന ഒന്നാണ് ഈ ഒരു LazyCard എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത് വളരെ ഒരു സ്മോൾ ബോക്സ് ആണ്. ഇത്തരത്തിലുള്ള ഒരു പാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ പിന്നെ ടോപ്പിൽ എഴുതിയിട്ടുണ്ട് ഹാപ്പിനെസ് അപ്രൂവ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഹാപ്പിനെസ് അപ്രൂവ്ഡ് എന്ന് കാണാം. അതോടൊപ്പം തന്നെ ഈ വശത്തായിട്ട് അൺലോക്ക് ദ ക്രെഡിറ്റ് യു ഡിസർവ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് വളരെ ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ബോക്സ് ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാം. ഇതിൽ കുറച്ച് വെൽക്കം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് മെസ്സേജൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊരു വെൽക്കം മെസ്സേജ് ആണ്. അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കിതിൽ വന്നിട്ടുള്ളത് ഇതിനുള്ളിലായിരിക്കും നമ്മുടെ കാർഡ്. പിന്നെ ഈ ഒരു ബോക്സിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ കാർഡ് ഇവിടെ അവൈലബിൾ ആണ്. LazyCard ഇതാണ്. ഈ ഒരു കാർഡിൽ നെയിമൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേര് 𝗙𝗙𝗏 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതൊരു എന്താ പറയുക, പിന്നെ നമുക്ക് NFC ഫീച്ചറൊക്കെ ഉള്ള കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺടാക്ട്ലെസ് ആയിട്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കാർഡിന് പിറകുവശത്തായിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ ഒക്കെ കാണാം. വിസ പ്ലാറ്റിനം കാർഡാണ്, വിസ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ലിമിറ്റ് എനിക്ക് വന്നിട്ടുള്ളത് 1,50,000 ആണ്. ഈ ഒരു കാർഡ് വെച്ച് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു കാർഡിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. കാർഡിനുള്ളിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് പിന്ന് സെറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പിന്ന് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ആപ്പിലൂടെയാണ്. അപ്പോൾ പല സുഹൃത്തുക്കളും ഓൾറെഡി ഒരു കാർഡിന് അപ്ലൈ ചെയ്ത് അവർക്ക് അപ്രൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പിന്ന് സെറ്റ് ചെയ്യുക എന്നത് കൂടെ നമുക്ക് വളരെ ക്വിക്കായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ ഫസ്റ്റ് പേജിലാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൈ കാർഡ് എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് താഴെ സെറ്റ് പിൻ ടു സ്റ്റാർട്ട് യൂസിങ് LazyCard ഓഫ്ലൈൻ എന്ന് കാണാം. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്തോടുകൂടി ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ എൻ്റർ ലാസ്റ്റ് 6 ഡിജിറ്റ് കാർഡ് നമ്പർ എന്ന് കാണാം. അതായത് ഈ ഒരു കാർഡിന് പിറകുവശത്തായിട്ട് കാണുന്ന 16 അക്ക നമ്പറിൽ അവസാനത്തെ 6 അക്ക നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ നമ്മൾ എക്സ്പയറി ഡേറ്റും എൻ്റർ ചെയ്യണം. അതിനുശേഷം താഴെ വെരിഫൈ കാർഡ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നമ്മളിവിടെ തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് താഴെ കാണാം എൻ്റർ ന്യൂ പിൻ എന്ന് കാണാം. പിന്നെ കൺഫേം ന്യൂ പിൻ എന്ന് കാണാം. അപ്പം നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിന്ന് 4 അക്ക പിന്നാണ്. അത് നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ പിന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഓഫ്ലൈനായിട്ട് ഇടപാടുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കടകളിലൊക്കെ കാണുന്ന POS മെഷീൻ വഴിയെല്ലാം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റിന് ഏകദേശം 5% ക്യാഷ് ബാക്ക്, അതായത് റിവാർഡ്സിൻ്റെ രൂപത്തിൽ ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ടെന്നാണ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു LazyCard ആക്ടിവേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻവൈറ്റ് കിട്ടുന്ന ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി
നിങ്ങൾക്കും ഈ ഒരു ലേസി കാർഡ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ലേസി കാർഡ് അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന മികച്ച ഓഫറുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.